ഒരു കാലത്തും ജയിച്ചു കയറാൻ UDF കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഡിവിഷനിലും അതുപോലെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണവും നമ്മൾ UDF തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ചെറിയ വിജയമല്ല. 2060 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എടത്തല ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അവിടെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷം എന്ന് പറയാൻ ഒരു സീറ്റിൽ പോലും LDFന്റെ ഒരു ജനപ്രതിനിധി അവിടെ ജയിച്ചു വന്നില്ല എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധിയാകുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ പ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നവും ഒരാഗ്രഹവും ഒക്കെയാണ്. കോഴിക്കോട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുമ്പോൾ ഷഹബാസിന്റെ വീട്ടിൽ പോകാതെ ഞാൻ തിരിച്ചു വരാറില്ല. ഇന്നത്തെ വളർന്നു വരുന്ന ഒരു തലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ ഉള്ളൊരു സാഹചര്യമാണ് ഷഹബാസിന്റെ കൊലപാതകം കാണിച്ചു തന്നത്. നമസ്കാരം. നമസ്കാരം. മിവ ജോളി KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. നിലവിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുന്നു. ഇപ്പോൾ പുതിയൊരു പദവി കൂടി കിട്ടിയിരിക്കുന്നു, ഒരു ജനപ്രതിനിധി. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഈ ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരു അംഗീകാരം അത് പാർട്ടി തന്ന അംഗീകാരം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയപരമായിട്ട് സംഘടനാ പ്രവർത്തനത്തിലൂടെ ഒട്ടനവധി കാര്യങ്ങളിൽ ഇടപെടലുകൾ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടലുകളൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു ജനപ്രതിനിധിയാകുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ പ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നവും ഒരാഗ്രഹവും ഒക്കെയാണ്. അത് ലഭിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, അതിലേറെ അഭിമാനവും തോന്നി. അത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഉത്തരവാദിത്തത്തെ, ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ഏറ്റവും പൂർണ്ണതയോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി അത് നിറവേറ്റുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് കയ്യിലുള്ളത്. അത് ഭംഗിയായി ചെയ്യാനുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള സംഗതി ഒരു പൂക്കി മെമ്പർമാരെ കുറിച്ചിട്ട്. അതായത് ഒരു യൂത്തായിട്ടുള്ള, പണ്ടത്തെ മെമ്പർമാരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തവണ കുറച്ച് യങ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ മിവയെ പോലെ യൂത്ത് ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നു, അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ട് വരുന്നു. ശരിക്കും അങ്ങനത്തെ ഒരു ആദ്യം ഒരു ജനപ്രതിനിധി ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ മത്സരിച്ച ഒരു ബഹുഭൂരിപക്ഷം ആളുകളെയും എടുത്തു കഴിഞ്ഞാൽ ഈ ജെൻസി ജനറേഷനിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. പണ്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം, അത് വളരെ നല്ലൊരു ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ, കൂടുതലും ഗേൾസാണ് ഈ ഒരു രംഗത്തേക്ക്, മത്സര രംഗത്ത് ഉണ്ടായതെന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമാണ്. അപ്പോൾ അതൊക്കെ കൂടുതൽ പൊളിറ്റിക്കൽ അല്ലാതെ ആകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആളുകൾ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അത് വലിയൊരു നല്ലൊരു സൂചനയാണ്. അത് വളർത്തിക്കൊണ്ട് വരാനാണ് സമൂഹത്തിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത്. വളരെ നല്ലൊരു ഇമ്പാക്റ്റാണ്. കൂടുതൽ മത്സരിച്ച ഒരുപാട് യുവാക്കളെല്ലാം തന്നെ ജയിക്കുന്ന സാഹചര്യം ഈ ഒരു ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മിവയുടെ എതിരാളി വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു പറഞ്ഞു ഇതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്നാണ്. പക്ഷെ ഒരു അട്ടിമറി വിജയമായിരുന്നു. ആ ഒരു അട്ടിമറി വിജയം എന്ന് പറയുന്നത് അത് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വാഴക്കുളം ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ള ഒരു തരംഗത്തിന്റെ ഭാഗമാണത്. തീർച്ചയായിട്ടും അതൊരു അട്ടിമറി വിജയം തന്നെയായിരുന്നു. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് LDFന്റെ ഭരണത്തിലിരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു. എൻ്റെ വാർഡ് ഉൾപ്പെടുന്ന എൻ്റെ പഞ്ചായത്ത്, എടത്തല ഗ്രാമപഞ്ചായത്തും LDFന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. കാലങ്ങളായി, വർഷങ്ങളായി അവർ ഭരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ അത് തീർത്തും നമ്മളിപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധത എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും ചെറിയൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പോലും അതൊട്ടേറെ ജനങ്ങളെ വളരെ അധികം ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് എടത്തലയിലും വാഴക്കുളം അല്ലെങ്കിൽ ആ ഒരു പരിധിയിലൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നിരിക്കെ അതിനെയൊക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭരണരീതി അല്ലെങ്കിൽ ആ ഒരു ജനങ്ങൾക്ക് ഉണ്ടായ അതിൽ നിന്നുണ്ടായിരുന്ന ഒരു വെറുപ്പ് ഈ ഒരു ഇലക്ഷനിലും അതിൻ്റെ റിസൾട്ടിലും പ്രകടമായിരുന്നു.
അത് ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെ ജയിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് LDF ഭരിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇലക്ഷൻ നമ്മൾ ജനങ്ങളെ നേരിട്ട് കാണാനും, ഞാൻ മുന്നേ കണ്ടൊരു കാര്യം ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ചിന്തിച്ചത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ എടത്തല ഡിവിഷനിലാണ് മത്സരിച്ചത്. എടത്തല ഡിവിഷനിൽ 9 വാർഡുകളാണ് ഉൾപ്പെടുന്നത്. ആ 9 വാർഡിലെയും ആളുകളെ നേരിട്ട് പോയി കാണുക എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലുണ്ടായിരുന്നത്. എങ്ങനെയായാലും ഇലക്ഷൻ മുമ്പ് 9 വാർഡിലെയും മുഴുവൻ ആളുകളെയും കാണുക എന്നുള്ളൊരു, അവരെ കണ്ടു വോട്ട് ചോദിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സംതൃപ്തിയുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ നേരിട്ട് അറിയാത്തവരുണ്ടാകാം, നമ്മളെ കണ്ടിട്ടില്ലാത്തവരുണ്ടാകാം, പരിചയമില്ലാത്തവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ ആ വോട്ട് ഇലക്ഷനോട് അടുത്തപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് ലെവലധികം വർദ്ധിച്ചു. എന്നിരുന്നാൽ പോലും ഇലക്ഷനിൽ ജയിക്കുന്നതും ഒക്കെ നമ്മുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. കാരണം പാർട്ടി ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വം, അതിൽ ജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ചെറിയ വിജയമല്ല, 2060 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എടത്തല ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഒരുപാട് സന്തോഷം നൽകി, ഒരുപാട് അഭിമാനവും തോന്നിയ നിമിഷമാണ്. അത് മാത്രമല്ല, കോട്ടയാക്കി വെച്ചിരുന്ന, ഒരു കാലത്തും ജയിച്ച് കയറാൻ UDF കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഡിവിഷനിലും അതുപോലെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണവും നമ്മൾ UDF തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അവിടെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷം എന്ന് പറയാൻ ഒരു സീറ്റിൽ പോലും LDF ഒരു ജനപ്രതിനിധി അവിടെ ജയിച്ചു വന്നില്ല എന്നുള്ളതാണ്. എനിക്ക് എതിരായിട്ട് മത്സരിച്ചവരൊക്കെ ഒരു വലിയ രീതിയിലുള്ള വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത് പ്രചരണ സമയത്തൊക്കെ. അത് മാത്രമല്ല, അവർക്ക് എന്തോ ഒരു വെല്ലുവിളി, അതുമാത്രമല്ല മുഖത്ത് നോക്കുമ്പോൾ ഒരു പുഞ്ചിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്കൊക്കെ ഉള്ളൊരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്കാണ് അവിടെ, അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അവിടെ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അത് മാത്രമല്ല, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ നമുക്കവിടെ ഭരണം തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ. അത് മാത്രമല്ല, എടത്തല ഗ്രാമപഞ്ചായത്തും 15ഓളം സീറ്റുകൾ നേടി അവിടെ ഭരണം തിരിച്ചു പിടിക്കാനായിട്ട് UDF മുന്നണിക്ക് സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇപ്പോൾ മിവയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനുശേഷം കെട്ടിവെക്കാനുള്ള പണം നൽകിയത് മുഹമ്മദ് ഷഹബാസിൻ്റെ കുടുംബമാണ്. കേരളം ഏറ്റവും കൂടുതൽ കണ്ണീരോടുകൂടി കേട്ടിരുന്ന ഒരു കൊലപാതകമായിരുന്നു ഷഹബാസിൻ്റെത്. ഷഹബാസിൻ്റെ കുടുംബവുമായിട്ട് ഇപ്പോഴും എങ്ങനെയാണ്? ഇപ്പോഴും ബന്ധങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഷഹബാസിൻ്റെ കുടുംബം അത് അങ്ങനെ ബന്ധം വേർപെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഉമ്മയായാലും ഷഹബാസിൻ്റെ ഉപ്പയായാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുമ്പോൾ ഷഹബാസിൻ്റെ വീട്ടിൽ പോകാതെ ഞാൻ തിരിച്ചു വരാറില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ അത്രമാത്രം ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഫാമിലി ആയിട്ടുണ്ടായി എന്നുള്ളത് ശരിയാണ്. കാരണം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എന്താ പറയുക, നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു സംഭവം തന്നെയാണ്. സാധാരണ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു 15 വയസ്സ് മാത്രമുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു അസുഖമോ ഒരു അപകടമോ ഒന്നും സംഭവിക്കാതെ സ്വന്തം ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന സഹപാഠി, അല്ലെങ്കിൽ അതുവരെ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോഴോ ഫ്രണ്ട്സായി തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന, എപ്പോഴും ഷഹബാസിൻ്റെ അടക്കം വീട്ടിൽ വന്നു പോയിരുന്ന അവൻ്റെ സഹപാഠികൾ ചേർന്നുകൊണ്ട് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഒരു കുട്ടിയെ, സ്വന്തം സഹപാഠിയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അത് ഒരിക്കലും ഈ ഒരു കേരള മനസാക്ഷിക്ക് നിരക്കുന്നതല്ല. ഈ കേരളത്തിൽ അതുപോലെ ഷഹബാസുമാർ ഇനിയും ആവർത്തിക്കാൻ പാടില്ല. ഈ ഷഹബാസിൻ്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പാണ്. ഇന്നത്തെ വളർന്നു വരുന്ന ഒരു തലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ ഉള്ളൊരു സാഹചര്യമാണ് ഷഹബാസിൻ്റെ കൊലപാതകം കാണിച്ചു തന്നത്. അത് തീർച്ചയായിട്ടും അതിലുണ്ടായിരുന്ന വേദനയും അവരുടെ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ ഒക്കെ ഉണ്ടായ അവരുടെ മനസ്സറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഇതൊക്കെ തന്നെയാണ് അതിൽ ഇടപെടാനൊക്കെ നമ്മളെ പ്രേരിപ്പിച്ചത്. അതിലിടപെട്ടു എങ്കിലും അവർക്ക് കൂട്ടായി നിൽക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അവർ വിഷമം പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതല്ലാതെ ഇപ്പോഴും ആ കുടുംബത്തിന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഷഹബാസിനെ കൊലപ്പെടുത്തിയ, കുറ്റമാരോപിക്കപ്പെട്ട ആ വിദ്യാർത്ഥികൾ എവിടെയെന്ന് ചോദിച്ചാൽ അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ സാധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഒരു ക്യാമ്പസിലും കയറി അവിടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അതിന് അനുവദിച്ചിട്ടില്ല.
KSU അടക്കം MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. അതുമാത്രമല്ല, കോരങ്ങാടുള്ള ഷഹബാസ് പഠിച്ച വിദ്യാലയത്തിലെ ചെറിയ കുട്ടികൾ അവിടെ അണിനിരന്നുകൊണ്ട് പ്രതിഷേധം തീർത്തതിന്റെ ഭാഗമായിട്ട് ആ കുട്ടികളെ, കൊല ചെയ്ത കുട്ടികളെ അവിടെ കയറ്റാനോ അവിടെ ഇരുത്തി പഠിപ്പിക്കാനോ ഉള്ള സാഹചര്യം, അഡ്മിഷൻ എടുക്കാനടക്കം വന്നപ്പോൾ ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും നീതി കിട്ടിയോ ആ കുടുംബത്തിന് എന്ന് ചോദിച്ചാൽ പറയാനായിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ നിയമവ്യവസ്ഥ മാറാതെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഇവിടെ പ്രായവ്യവസ്ഥ അല്ലെങ്കിൽ പ്രായപരിധി ഇല്ലെങ്കിൽ കുറ്റത്തിന് ശിക്ഷിക്കുമ്പോഴും പ്രായപരിധി പാടില്ല എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ നിയമമൊക്കെ കാലാനുസൃതമായിട്ട് മാറ്റം വരുത്താനൊക്കെ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ആ ഒരു ബന്ധം തന്നെയാണ് ആ ഒരു എന്താ പറയുക, ആ ഷഹബാസിൻ്റെ ഉപ്പ എനിക്ക് കെട്ടിവെക്കാനുള്ള തുക തന്നപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഒരു അനുഗ്രഹം എനിക്ക് ആ ഇലക്ഷനും എൻ്റെ ലൈഫിലും കിട്ടിയ ഒരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. തീർച്ചയായിട്ടും ആ വിജയത്തിലും ഷഹബാസിൻ്റെ ഫാമിലിയുടെ സന്തോഷം കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ മിവ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്തൊരു സമരമുണ്ട്. അതായത് മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സമരം. അന്ന് ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമരത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ശരിക്കും സാധാരണ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ യുവാക്കളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മിവ ആ ഒരു സമരത്തിൻ്റെ ഭാഗമായത്? ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന എന്ത് വിഷയമായിക്കോട്ടെ, ഇപ്പം നമ്മുടെ എടുത്തു പറയാനാണെങ്കിൽ 10 വർഷക്കാലമായി നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഭരണകൂടം, അത് ഏതൊരു വിഭാഗത്തിലെ ആളുകളെയും സമരമുഖത്തേക്ക് ഇറക്കിയ ഒരു 10 വർഷക്കാലമാണ് കടന്നു പോയിട്ടുള്ളത്. അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾ ആയിക്കോട്ടെ, അതുപോലെ ജോലിയെടുക്കുന്ന മധ്യവയസ്കരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അതുപോലെ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായിട്ടുള്ള ഒട്ടനവധി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ അടക്കമുള്ള ആളുകൾ, വാർദ്ധക്യത്തിലുള്ള ആളുകൾ, എത്രയോ ആളുകൾ പ്രായം ഭേദമന്യേ സമരമുഖത്തേക്ക് ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അത് ഈ പിണറായി വിജയൻ ഭരിച്ച കാലഘട്ടം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ ഒരു ഭരണകൂടം കൊടുക്കേണ്ട നീതി ഉറപ്പാക്കാൻ സാധിക്കാത്തതും, ഭരണകൂടം കൊടുക്കേണ്ട അവകാശങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാതെ അവകാശങ്ങൾ ഛേദിക്കപ്പെടുമ്പോഴൊക്കെ അതിനോട് നമുക്ക് പുലർത്താൻ കഴിയുന്ന ഒരു നീതിയുണ്ട്. അത് തന്നെയാണ് ആ ഒരു ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ആർജവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ കണ്ടു മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊക്കെ പ്രതികരിക്കണം എന്നുള്ള ഒരു ഉള്ളിലുണ്ടാകുന്ന തോന്നൽ, ആ തോന്നൽ തന്നെയാണ് ഇതിനൊക്കെ മുന്നിട്ടിറങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത്. അതിനേക്കാൾ ഉപരി എനിക്കിതുപോലുള്ളൊരു പ്ലാറ്റ്ഫോം തുറന്നത് എൻ്റെ പ്രസ്ഥാനം തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനം. എൻ്റെ കുടുംബ പാരമ്പര്യമൊക്കെ പറഞ്ഞാൽ ഇടതുപക്ഷ അനുഭവമൊക്കെ ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നതെങ്കിലും എന്നെ ആകർഷിച്ച, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത, ആ സ്വാതന്ത്ര്യത്തെ ഇന്നും സംരക്ഷിക്കുവാനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മാതൃപ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്ന കാലഘട്ടം തന്നെയാണ് എന്നെ ഒരു പൊതുസമൂഹത്തിലൊരു പൊതുബോധമുള്ള ഒരു പൗരനാക്കി വളർത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കിതുപോലുള്ളൊരു ഐഡൻറ്റിറ്റി സമൂഹത്തിൽ ഒരു നല്ല ഒരു പേര് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുടുംബവും ഒപ്പം എൻ്റെ പ്രസ്ഥാനവും തന്ന അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ യുവാക്കളടക്കം സ്ത്രീകളടക്കമുള്ള ആളുകൾ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക്, നമ്മുടെ അയൽവാസിക്ക് ഒരു പ്രശ്നം വന്നാൽ അത് എൻ്റെ കൂടി പ്രശ്നമാണെന്ന് തോന്നണം. അത് തന്നെയാണ് ഒരു പൊതുബോധം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യത്വത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നാടും നന്നാവും, അതുപോലെ ഭരണകൂടവും നന്നാകും. ഇനി നല്ലതല്ലാത്ത ഭരണമാണ് മുന്നിൽ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ ഒരു പരിധിവരെ നമ്മുടെ പ്രതിഷേധങ്ങൾ കൊണ്ടും നമ്മുടെ ആ ഒരു പ്രതികരണങ്ങൾ കൊണ്ടും ഒക്കെ നല്ല രീതിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം അത് തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ? കേരളത്തിൽ UDF അധികാരത്തിൽ വരും, അത് നിസ്സംശയം പറയാം. അതിൻ്റെ മുന്നോടിയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ്, അട്ടിമറി വിജയം തന്നെയാണ് UDF കാഴ്ചവെച്ചത്. LDF എന്ന് പറയുന്ന ആ ഒരു മുന്നണിയുടെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണവിരുദ്ധത തുറന്നു കാണിക്കുന്ന ജനങ്ങൾ എന്താണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജനത്തിൻ്റെ വിധി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു
സെമി ഫൈനൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടത്. ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ പറയുന്ന 2026 നമ്മുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെ പേര് UDF എന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ സർക്കാരിനെ കുറിച്ച് ഒരു 2 വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച്. കേരളം കണ്ട ഏറ്റവും മോശം ഭരണം കാഴ്ചവെച്ച മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്ന് തന്നെയായിരിക്കും. ഇതിനു മുമ്പ് ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചു പോയ ഒരു കേരളം തന്നെയാണ്. കേരളത്തെ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അപ്പോൾ ഈ പിണറായി വിജയൻ 10 വർഷക്കാലമായിട്ട് ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിനെ 2 വാക്കുകൾ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ സാധിക്കാത്തൊരവസ്ഥയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സമരമുഖത്തേക്ക് ഇറക്കിയ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടും ശാപം ഏറ്റുവാങ്ങിയ ഒരു ഭരണകൂടം അത് പിണറായി വിജയന്റെ ഭരണകൂടമാണ്. സ്ത്രീ പക്ഷം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതിലൊക്കെ കിട്ടി ആവർത്തിച്ച് ഇത് പറഞ്ഞൊരു പരിവമായി സ്ത്രീകൾക്ക് വേണ്ടി ഭരണത്തിൽ വന്ന സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന ഉറപ്പാണ് LDF അല്ലെങ്കിൽ LDF വരുമെല്ലാം ശരിയാകുമെന്നുള്ള കേവലം വാഗ്ദാനങ്ങൾ കൊണ്ട് വന്ന അത് വിശ്വസിച്ച് വോട്ട് ചെയ്ത ആളുകളെ സ്ത്രീകളെ തന്നെ സമരമുഖത്തേക്ക് ഇറക്കി. ആ സർക്കാരിന് വേണ്ടി അഹോരാത്രം കൊറോണയൊക്കെ വന്നപ്പോൾ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് സർക്കാരിനോടൊപ്പം നിന്ന ആശാവർക്കർമാരെ സമരം തുടങ്ങിയിട്ട് അതൊന്ന് അവസാനിപ്പിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലേക്ക് സമരം ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോയ, സമരം അവസാനിപ്പിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു സർക്കാർ അത് പിണറായി വിജയന്റെ സർക്കാരാണ്. ഈ ആശാവർക്കർമാരുടെ സമരം 50 ദിവസം എത്തിയപ്പോൾ ഈ ഒരു പെണ്ണിന്റെ അലങ്കാരമായിട്ടുള്ള മുടി പിണറായി വിജയന്റെ കാൽക്കൽ സമർപ്പിച്ച് ആ പിണറായി വിജയനോട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട തുച്ഛമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ചിട്ടും പുറംകാലിന് തട്ടുന്നത് പോലെ ഒന്ന് അവർക്കൊരു ആശ്വാസ വാക്ക് പോലും നൽകാൻ സാധിക്കാതിരുന്ന ഒരു ഭരണാധികാരിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഈ ഭരണകൂടത്തിലിരിക്കുന്ന ഇപ്പോൾ ഭരിക്കുന്ന വനിതാ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ പോലും പരിഹാസത്തോടെ നോക്കിക്കൊണ്ട് ആശാവർക്കർമാരുടെ സമരം അവർക്ക് 160-170 ദിവസമായിട്ടും അവരുടെ സമരം അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ഈ ഭരണകൂടത്തിന്റെ വീഴ്ച തന്നെയാണ്. അത് മാത്രമല്ല സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു നീണ്ട സമര നിര, ബാനർ കെട്ടി രാപ്പകൽ സമരം അല്ലെങ്കിൽ നിരാഹാര സമരം എന്ന് പറയുന്ന ബാനർ കെട്ടിക്കൊണ്ട് ഇരിക്കുന്ന സ്ത്രീ വിഭാഗങ്ങൾ, CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ ദിവസങ്ങളോളം മാസ്ക് കെട്ടിക്കൊണ്ട് അവരുടെ റാങ്ക് ലിസ്റ്റ് പഠിച്ച് രാത്രിയെ പകലുകളാക്കി അധ്വാനിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അവർക്ക് നിയമനം തരാൻ വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് അത് സാധിച്ചു കൊടുക്കാൻ സാധിക്കാതിരുന്ന സർക്കാർ അതിന്റെ നിയമന കാലാവധി അവസാനിക്കുന്നത് വരെ കുട്ടികൾ, ആ പെൺകുട്ടികൾ അവിടെ മാസ്ക് ധരിച്ചുകൊണ്ട് അവിടെ സമരത്തിനിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവർക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ നിയമന കാലാവധി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചപ്പോൾ അവിടെ സമരം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തൊട്ടപ്പുറത്ത് ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന സംഘടനയിൽപ്പെടുന്ന ഒരു ഭാഗം 80-70 വയസ്സ് വരെ പ്രായമുള്ള അമ്മമാരുടെ ഒരു വലിയ നിര ഈ സെക്രട്ടറിയുടെ മുമ്പിൽ സമരത്തിനിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് ഈ സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാർ അവിടെ ഒരു തെരുവിലിട്ട് സ്ത്രീകളെ വലിച്ചിഴക്കുന്ന തരത്തിലേക്കാണ് ഈ ഭരണകൂടം അവരെ സമീപിച്ചത്. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളുടെ ഒരു ശാപം ഏറ്റുവാങ്ങിയ പിണറായി വിജയൻ സർക്കാർ ഈ സെക്രട്ടറിയുടെ മുമ്പിൽ കൂടെയാണല്ലോ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് നോക്കാൻ പോലും, അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കാതിരുന്ന ഒരു സർക്കാരിന് ഈ ശാപം എന്നല്ലാതെ ഒന്നും പറയാനില്ല. അതുപോലെ CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള പുരുഷ ഉദ്യോഗാർത്ഥികൾ പുല്ല് തിന്ന് മണ്ണ് തിന്ന് കിടന്ന് അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ പ്രതിഷേധിച്ചിട്ടും അവരുടെയും നിയമന കാലാവധി അവസാനിക്കുന്നത് വരെ സർക്കാരിന് ഒരു ഇല മറിച്ചിടാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ കേരളത്തിലെ ആരോഗ്യ മേഖല ഏറ്റവും ജനങ്ങളുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ആ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജ് പറഞ്ഞതാണ് ഇതിനൊരു എന്താ പറയാ കപ്പിത്താനുണ്ട്, ആ കപ്പൽ ഒരിക്കലും ആടി ഉലകയില്ലെന്ന് പറഞ്ഞിട്ട് ആ ആരോഗ്യ വകുപ്പിന്റെ കപ്പൽ തന്നെ മുങ്ങിത്താണിട്ടും അതിന്റെ ഒരു ബോധം പോലും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും മരുന്ന് പോലും ഇല്ലാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നതാണ്. ശസ്ത്രക്രിയക്ക് വന്നാൽ, ഒരു സർക്കാർ ആശുപത്രികളിലേക്ക് വന്നാൽ ഒരു എന്താ പറയുക ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും പുറത്തുനിന്ന് ആളുകൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം. ഒരു ബൈസ്റ്റാൻഡറായിട്ട് വന്ന ഒരു ആൾക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക്, ഒരു ബിന്ദു എന്ന് പറയുന്ന ചേച്ചിക്ക് ആ വാർഡ് കെട്ടിടം തന്നെ
അവരുടെ മുകളിലേക്ക് വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖല ഈ കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം റാഗിങ് എന്ന് പറയുന്ന സമ്പ്രദായം തുടച്ചു നീക്കപ്പെട്ടിട്ടും ഈ മനുഷ്യത്വം ലെവലേശം ഇല്ലാത്ത തരത്തിലേക്ക് ഒരു ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ ഇങ്ങനെ നഗ്നനാക്കി കിടത്തിയിട്ട് ആ ശരീരമാസകലം ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ടോയ്ലറ്റ് കഴുകുന്ന ലോഷൻ ആ മുറിവിൽ ആസകലം ഒഴിച്ച് അതിങ്ങനെ ഡമ്പല് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വെച്ച് ഇങ്ങനെ മുറിവിൽ ടോയ്ലറ്റ് ലോഷൻ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നീറ്റലിലും ആ ഒരു വേദനയിലും വാ തുറന്ന് കരയാൻ ആ കുട്ടി വെമ്പുമ്പോൾ അവൻ്റെ കരച്ചിൽ പുറത്തേക്ക് വരാതിരിക്കാൻ അവൻ്റെ വായിൽ തുണി തിരികെ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാത്ത വേദന ഒന്ന് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആ കുട്ടി ഇങ്ങനെ കിടന്ന് വിഷമിക്കുമ്പോൾ കരയുമ്പോൾ ആ കരച്ചിൽ ആ വേദന അസഹനീയമായിട്ടുള്ള വേദന ഇങ്ങനെ ചുറ്റും ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു പറ്റം SFIക്കാർ. ആ SFIക്കാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന റാഗിങ്ങിൻ്റെ ഒരു നീണ്ട നിര. അത് SFIക്കാരെന്ന് പറഞ്ഞ് മാറ്റുന്നില്ല, റാഗിങ് ആര് ചെയ്താലും തെറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേരെ കണ്ട കാഴ്ചകളാണ്. ഒരു ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളതിൽ SFI എന്ന് പറയുന്ന സംഘടന ഭരണം ഇത്രമാത്രം അധപതനത്തിലേക്ക് പോയിട്ടും ഒരു ആംഗ്യ ഭാഷയിൽ പോലും അവരോട് പ്രതികരിക്കാൻ സാധിക്കാറുന്ന വിദ്യാർത്ഥി സംഘടന. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നും വലിയ അക്ഷരത്തിൽ വെള്ളക്കൊടിയിൽ എഴുതി വെച്ചിട്ട് സ്വാതന്ത്ര്യം എന്താണെന്നോ ജനാധിപത്യം എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഈ നാടിനെ അല്ലെങ്കിൽ കേരളത്തിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതിരുന്ന ഒരു സംഘടനയുടെ പേര് SFI എന്നാണ്. ഈ കഴിഞ്ഞ കാലം അത്രയും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രസ്ഥാനം അത്രയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ മേഖലയിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, ഉന്നത വിദ്യാഭ്യാസ മേഖല അത്രമാത്രം തകർന്ന് ഇരിക്കുമ്പോൾ നാഥനില്ലാത്ത കളരി പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ തലകുത്തനെ നിൽക്കുമ്പോൾ വൈസ് ചാൻസലർമാരും പ്രിൻസിപ്പാളും ഒന്നുമില്ലാത്ത തരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പഠിച്ച് +2 കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി വിദേശ പഠനത്തിലേക്ക് പോയി ഇവിടെ സ്കൂളുകളും കോളേജുകളും അടക്കം പൂട്ടേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാക്കിയ സർക്കാരിൻ്റെ പേര് പിണറായി വിജയൻ സർക്കാർ എന്നാണ്. അപ്പോൾ അത്തരത്തിലേക്ക് ഈ പിണറായി വിജയൻ സർക്കാരിനെ ഒറ്റ വാക്കിലോ 2 വാക്കിലോ നിർവചിക്കാൻ പറ്റുന്നതല്ല. ഈ വരുന്ന തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഇരുണ്ട കാലം ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം എടുത്തു വെച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ്. ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്തെയാണ്. അക്കാലത്തെ പവർ കട്ട് മുതൽ ഇങ്ങോട്ട് പാഠപുസ്തക വിതരണം വരെയുള്ള വിഷയങ്ങൾ വരെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇത്തവണ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് UDFന് സാധിക്കും? ഈ ഇരുണ്ട കാലം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ മറികടക്കാൻ സാധിക്കും? ഈ ഇരുണ്ട കാലം എന്ന് ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിച്ചവർ തന്നെയാണല്ലോ ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചു മുന്നോട്ട് പോയത്. ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചു മുന്നോട്ട് പോയപ്പോൾ വിദ്യാഭ്യാസ മേഖല എത്തരത്തിലേക്ക് തലകുത്തനെ നിന്നു എന്നുള്ള നമ്മളെല്ലാവരും കണ്ടതാണ്. പിണറായി വിജയൻ ഭരിച്ചു മുന്നോട്ട് പോയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല ബിന്ദു നേതൃത്വം കൊടുത്തപ്പോൾ +1 ഒരു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോൾ +1 അധിക ബാച്ചുകൾ അനുവദിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിയിടുന്ന രീതിയിലേക്ക് +1 അഡ്മിഷൻ ലഭിക്കാത്ത തരത്തിലേക്ക് വിദ്യാർത്ഥികൾ വലഞ്ഞ ഒരു സാഹചര്യം കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഉണ്ടായി. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ തെരുവിലും സമരമുഖത്തും തന്നെയാണ്. അതിൻ്റെ ഒക്കെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ തന്നെയാണ്. അതിലൊക്കെ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷ നടത്താൻ പോലും പണമില്ലാത്ത തരത്തിലേക്ക് വിദ്യാഭ്യാസ മേഖല പോയിട്ടുണ്ട്. പൊതുപരീക്ഷ നടത്താൻ വിദ്യാർത്ഥികളുടെ കൈകളിൽ നിന്ന് പിരിക്കണം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് വി ശിവൻകുട്ടി എന്നാണ്. പിന്നീട് ഒട്ടനവധി പ്രതിഷേധങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഇതൊരു സാഹചര്യത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ കൈപിടിച്ച് മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചത്. അത്തരത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് അതുവരെ കിട്ടിയിരുന്ന സ്കോളർഷിപ്പുകൾ, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ, പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ, ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകൾ എല്ലാം തന്നെ എത്ര മാസങ്ങളായിട്ട് പെൻഡിങ് ആയിട്ടും വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്താതെയും പോയിട്ടുണ്ടെന്ന് അതിനൊക്കെ എന്താ പറയുക ഇരകളായിട്ടുള്ളത് ഇവിടത്തെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇരുണ്ട കാലമെന്ന് വിശേഷിപ്പിക്കാൻ ഈ പറയുന്ന ഇവിടെ ഇപ്പൊ ഭരിച്ചു മുന്നോട്ട് പോകുന്ന ഈ ഒരു ഭരണകൂടം തന്നെയാണല്ലോ ഇരുണ്ട കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഭരണകാലഘട്ടത്തെ വിശേഷിപ്പിച്ചത്. ഇത്രമാത്രം ഭരണ പ്രതിസന്ധി, വിദ്യാഭ്യാസ മേഖലയിൽ അടക്കമുള്ള പ്രതിസന്ധി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്.